ഗൈസ്, ബാലൻ ഈ പടം ഇപ്പം നിലവിൽ കാണാത്തതായിട്ട് കുറവ് ആയിരിക്കും ആൾക്കാരുണ്ടാവുക. അഥവാ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ഈ പടം കാണണം. ഇതൊരു വിജയിക്കേണ്ട സിനിമയാണ്. കാരണം നമ്മളൊരു കൊറിയൻ സിനിമ കാണില്ല, നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവീസ് പൊതുവെ കൊറിയൻ സിനിമകളിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആക്ച്വലി ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തൊരു സിനിമയാണ്. ഏകദേശം അതേപോലെയൊക്കെ നമുക്കൊന്ന് ലൈക്ക് ഡിഫറെൻ്റ് ആണ് പടം, പക്ഷെ അതേ ഒരു മൂഡൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് കൊച്ചു ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. ഈ ബാലനായിട്ട് അഭിനയിക്കുന്ന അവൻ്റെ ചൈൽഡ്ഹുഡ് അഭിനയിച്ച പയ്യനും അവൻ കുറച്ചുകൂടി വലുതായിട്ടുള്ള ഒരു അഭിനയിച്ച പയ്യനും ഒക്കെ കാസ്റ്റിംഗ് പൊക്കായിരുന്നു. അവരുടെ അഭിനയം, അവരുടെ ആ രീതി, അവരെ ആ ക്യാരക്ടറായിട്ട് മാറി പെരുമാറുന്നതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഭയങ്കര ഒരു നൈസ് മൂവിയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറയാനൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെ നെഗറ്റീവായിട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കത്തോ എടുക്കത്തൊന്നുമില്ല. ഭയങ്കര സ്ലോ പേസിൽ പോകുന്ന പടമാണ്. പടപട കാര്യങ്ങളൊന്നും മാറുന്നതല്ല. ബട്ട് ക്ലൈമാക്സ് ആണെങ്കിലും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിലും ഒരുപക്ഷെ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണെന്നും ചില കാര്യങ്ങളിൽ നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ഭയങ്കരത്തിൽ ഇൻറ്റുവായി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം, ഓക്കെ ഇതിങ്ങനെ നടക്കാം എന്നൊക്കെ ചിന്തിക്കാം, അത് കിട്ടും. പക്ഷെ അതിനൊരു ഫ്ലോ ഉണ്ടായി എടുത്ത രീതി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ, അതിൻ്റെ സിനിമാറ്റോഗ്രഫി ഇതെല്ലാം അടിപൊളിയാണ്. ഇതിൻ്റെ കഥയാണ് മെയിൻ. ഈ സിനിമയുടെ തിരക്കഥ ആണ് പക്ക. ആവേശം, പൈങ്കിളിയൊക്കെ എഴുതിയ ആളാണ് ഈ കഥ എഴുതിയ. പക്ഷേ പൈങ്കിളി കുറച്ചൊരു ഓവറായിട്ടുള്ള സിനിമയാണ്, ഒരുപാട് റോസ്റ്റ് കിട്ടിയ പടമാണെങ്കിൽ പോലും അതൊരു വ്യത്യസ്ത സിനിമയാണ്. അപ്പോൾ അയാളാണ് ഈ പടം എഴുതിയിരിക്കണമെന്ന് പറയുമ്പോൾ നമുക്കത് ലൈക്ക് അയാൾ എങ്ങനെയാണ് അങ്ങനത്തെ രണ്ട് പൊളിപ്പടങ്ങൾ എഴുതിയ ആൾ ഇങ്ങനത്തെ ഒരു സാധനം വന്ന് എഴുതുന്നു പറയുമ്പോഴത്തേക്കും. അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ മഞ്ഞുമൽ ബോയ്സിൻ്റെ അറിയാമല്ലോ, ചിദംബരമാണ് ചെയ്തിരിക്കുന്നത്. ചിദംബരം ഒരു അസാധ്യമായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പുള്ളി എടുക്കുന്ന സിനിമകളിലൊക്കെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കും. ഗണപതിയാണ് ചിദംബരത്തിൻ്റെ അനിയനാണ് കാസ്റ്റിംഗ് ഡയറക്ടർ കേട്ടോ. പുള്ളിയുടെ കാസ്റ്റിംഗ് പക്ക പെർഫെക്റ്റ് കാസ്റ്റിംഗ്. അതിൽ ആ ലേഡിയും ആ ചെറുക്കനും എല്ലാം സൂപ്പറായിരുന്നു. ടൊവിനോ ആക്ച്വലി ഇതിനകത്ത് ടിപ്പിക്കലി കണ്ടിട്ടില്ലാത്തല്ല. ടൊവിനോടെ ഇതിനു മുമ്പിൽ ആ പടത്തിൻ്റെ പേര് പറഞ്ഞു, അതിൽ ഒന്ന് രണ്ട് ടൈപ്പ് ഓഫ് ഇതേപോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല രസമായിട്ടുണ്ട്. വയറൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഫിറ്റ് ബോഡി ഒന്നല്ല, ഈ കൊടവയറൊക്കെ ചാടിയ ഒരു ടൊവിനോയാണ്. നല്ല പടം. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണും. തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും. മേ ബി ഇത് OTT വന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഉണ്ട് ഈ പടത്തിനകത്ത്. OTT ഇരുന്ന് കണ്ടാലും മതി. അങ്ങനെ ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് ഈ പടത്തിൽ. ബട്ട് അതിനുപരി ഈ പടം നിങ്ങൾ കാണുക എന്നുള്ളത് മലയാള സിനിമയുടെ ഒരു അടുത്ത സാധനം എന്നുപോലെ, അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ ഇതുവരെ കാണാത്തൊരു വെറൈറ്റി സാധനം നിങ്ങൾക്ക് എന്തായാലും ഈ പടം കാണുമ്പോൾ ഫീൽ ചെയ്യും. എല്ലാവരും പോയി കണ്ടു.